ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു സ്ലീവ് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പാറ്റേണാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ചെയ്ത ഒരു ഫ്ലവറാണ്. ഒരു ഷുഗർ ബീഡ്സ് എടുത്ത് നടുക്ക് സ്റ്റിച്ച് ചെയ്ത് അതിന് ചുറ്റുമായിട്ട് കട്ട് ബീഡ് ഷുഗറുമായിട്ട് എടുത്ത് അതിന് ചുറ്റുമായിട്ട് ഒരു ഫ്ലവർ പോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അടുത്തായിട്ടൊരു വലിയ ഫ്ലവർ, അതിൻ്റെ അടുത്തൊരു ചെറിയ ഫ്ലവർ എന്നുള്ള രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു ഗോൾഡൻ ബീഡ്സ് എടുത്ത് നടുക്ക് സ്റ്റിച്ച് ചെയ്ത് അതിന് ചുറ്റുമായിട്ട് ഒരു 6 ബീഡ്സ് എടുത്ത് ഒരു ഫ്ലവർ പോലെ ചെയ്ത് കഴിഞ്ഞ് ലോക്കിട്ട് കൊടുക്കുക. അതിൻ്റെ അടുത്തതായിട്ടുള്ള സ്റ്റിച്ച് എന്ന് പറയുന്നത് ഒരു ഫ്ലവറാണ്. ഗോൾഡൻ ബീഡ്സ് വെച്ച് നടുക്ക് സ്റ്റിച്ച് ചെയ്ത് അതിന് ചുറ്റുമായിട്ട് കട്ട് ബീഡ് വെച്ചുള്ള ഒരു ഫ്ലവറാണ് ചെയ്തിരിക്കുന്നത്. അതും ഇതുപോലെ തന്നെ ലാസ്റ്റത്തെ ഒരു ബീഡിൻ്റെ ഇടയിൽ കൂടി നീഡിലെടുത്ത് അതിന് ചുറ്റുമായിട്ട് ലോക്കിട്ട് കൊടുക്കുക. അതിൻ്റെ അടുത്തായി ഒരു മിററാണ് ചെയ്തത്. മിറർ വർക്കാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് ഒരു ഫ്ലവർ, അത് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഒരു വലിയ ഫ്ലവർ, അതിനൊരു കുഞ്ഞു ഫ്ലവർ. ഇതിലും ഗോൾഡൻ ബീഡ്സ് നടുക്ക് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ ഒരു കട്ട് ബീഡ് എടുത്താണ് ഒരു ഫ്ലവർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അടുത്തായിട്ടൊരു വലിയ ഫ്ലവറാണ്. അത് ഗോൾഡൻ ബീഡ്സ് വെച്ച് അതിന് ചുറ്റുമായിട്ട് ഒരു 6 ഗോൾഡൻ ബീഡ് എടുത്ത് ഇതിൻ്റെ ഇടയിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് ലോക്കിട്ട് കൊടുക്കുമ്പോൾ അതൊരു നല്ലൊരു ഫ്ലവറാകും. ഒരു മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഗോൾഡൻ ബീഡ്സ് വെച്ച് നടുക്ക് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ റൗണ്ട് ചുറ്റുമായിട്ട് കട്ട് ബീഡും ഷുഗർ ബീഡ്സും വെച്ച് ഒരു ഫ്ലവർ ചെയ്തിരിക്കുന്നു. ഇതേപോലെ അത് ചുറ്റുമായിട്ട് ഫ്ലവർ ചെയ്ത് കൊടുക്കണം. ഫ്ലവർ ചെയ്യുന്നതോടൊപ്പം നമ്മൾ ഒരു സ്റ്റിച്ചും കൂടെ ഇടയിൽ കൂടി ഒരു ലോക്കിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോഴാകുമ്പോൾ ബീഡ്സ് ഇളകി പോകത്തില്ല. ഇതുപോലുള്ള ഫ്ലവറൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത് നമ്മൾ മിററിൽ ചുറ്റുമായിട്ട് ചെയ്യേണ്ട ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഇത് കൈവച്ച് അല്ലാതെയും ചെയ്യാവുന്നതാണ്. ഇതിന് ലോക്കിട്ട് മിററിന് ചുറ്റുമായിട്ട് നമ്മൾ ലോക്കിട്ട് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കും. അപ്പം മിററിൽ കാണാനായിട്ടുള്ളൊരു ഭംഗി ഉണ്ടാവും. ഇതുപോലെ തന്നെ നമ്മൾ താഴെ ഇതുപോലെ ഗോൾഡൻ ബീഡ്സ് വെച്ച് നടുക്ക് സ്റ്റിച്ച് ചെയ്ത് അതിന് ചുറ്റുമായിട്ട് കട്ട് ബീഡും ഷുഗർ ബീഡ്സ് വെച്ച് ഒരു ഫ്ലവർ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫ്ലവർ, ഒരു വലിയ ഫ്ലവർ ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ഫ്ലവർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്ത് അടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ മിറർ വർക്കാണ് ചെയ്യണത്. മിറർ ചെയ്യുന്നതിൻ്റെ തൊട്ട് അടുത്തത് തന്നെ നമ്മൾ ബീഡ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് വരാൻ കണക്കാക്കി നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇടയിലായിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ചെയിൻ സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കുമ്പോൾ സ്ലീവ് കാണാനൊരു ഭംഗിയുണ്ടാകും. ഇതേപോലുള്ള ഫ്ലവറൊക്കെ ചെയ്യാൻ നമുക്ക് കുറഞ്ഞത് ഒരു 2-3 ദിവസമൊക്കെ മാത്രമേ വരുള്ളൂ. നമുക്ക് നല്ല ഡിസൈനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, പിന്നെ ഡിസൈൻ പഠിക്കാൻ പോവാതിരിക്കുന്നവർക്കൊക്കെ നമുക്ക് സ്വയം ചെയ്യാവുന്നതാണ്. സ്വന്തമായി നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പോലെ നമുക്ക് മനസ്സിൽ സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു നമുക്കൊരു സന്തോഷമാണ് അത്. ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷവും കിട്ടും. അതിലുപരി നമ്മൾ കുറേ പഠിച്ചും നമുക്ക് ഓരോ ഇത് ചെയ്യുമ്പോഴും നമ്മൾ അതിനോടൊപ്പം പഠിക്കുകയും ചെയ്യും. ഇതേപോലെ അതിന് ചെയിൻ സ്റ്റിച്ചും അരികിലായിട്ട് ചെയ്ത് കൊടുക്കണം.
ഈ ജോലിയും ഏതെങ്കിലും ജോലിക്ക് പോണവർക്കൊക്കെ ചിലപ്പോൾ നമുക്ക് എക്സ്ട്രാ വർക്ക് പോലെ നമുക്ക് ചെയ്യാനൊക്കെ ഒരു കുറച്ച് സമയമൊക്കെ എടുത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഏതൊക്കെ, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെങ്കിൽ നമുക്ക് ഇതേപോലുള്ള ഒരു ദിവസം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന വർക്കുകളൊക്കെ ഡിസൈൻസൊക്കെ നമുക്ക് പറ്റും. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ കാണും വരെ ബൈ.